അങ്ങനെ മെക്സിക്കോ സിറ്റിയിൽ ആരവങ്ങളുയരാൻ ഇനി ബാക്കിയുള്ളത് 8 മണിക്കൂറിൽ താഴെയുള്ള സമയം മാത്രം. സമയം കുറഞ്ഞു വരികയാണ്. കുറഞ്ഞു വരുന്നതിനൊപ്പം നമ്മൾ ആവേശവും ആകാംക്ഷയും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മോടൊപ്പം ആരാണ്? രണ്ട് അതിഥികൾ നമുക്കൊപ്പം ഉണ്ട്. രണ്ട് ധ്രുവങ്ങളിലുള്ള രണ്ട് ടീമിന് വേണ്ടി വാദിക്കാൻ വേണ്ടി പോകുന്ന 2 പേർ. മഞ്ഞക്കുപ്പായമിട്ട് അർജന്റീനയ്ക്ക് വേണ്ടി ബാധിക്കാൻ ജെയ്ക് സി തോമസ് എത്തുകയാണ്. അതൊരു കാര്യമാണ്. അപ്പോ വി മിഥുൻ, നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ ഗോൾ കീപ്പർ, സന്തോഷ് ട്രോഫിയൊക്കെ നമുക്ക് നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരുകാരനായിട്ടുള്ള മിഥുൻ, 2 പേര് നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ജെയ്ക്കിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. ജെയ്ക് സി തോമസിലേക്ക് ആദ്യം. ജെയ്ക്ക് എല്ലാ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മൾ അർജന്റീനക്കാർക്ക് സന്തോഷവും സങ്കടവും പറയാൻ നമുക്കായിട്ട് കുറച്ച് ആളുകളുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളാണ് ജെയ്ക്ക്. അതുകൊണ്ട് രാഷ്ട്രീയം വരുമ്പോൾ നമ്മൾ വേറൊരു അർത്ഥത്തിലും, ഫുട്ബോൾ വരുന്ന സമയത്ത് അതിനെ വേറൊരു അർത്ഥത്തിലും കാണുന്ന ആളുകൾ കൂടിയാണ്. വീണ്ടും ഒരു ലോകകപ്പ് വരുന്നു. അർജന്റീനക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ, വളരെ കൂളായി, വളരെ റിലാക്സായി കളി കാണുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു ലോകകപ്പും കൂടിയാണ്. അപ്പോൾ മിശിഹായുടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്ക് ഭരണ തുടർച്ചയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം നേരിട്ടു. പക്ഷെ ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ എനിക്ക് തോന്നുന്നു തൊട്ടു മുമ്പ് സംസാരിച്ച പദ്യം പറഞ്ഞതുപോലെ അർജന്റീനയുടെ ജയം, മെസ്സിയുടെ തുടർ ഭരണത്തിന്റെ ഒരു കിരീടാരോഹണം, ഇതൊക്കെ ലോകമെമ്പാടുമുള്ള, സവിശേഷകരമായ മലയാളികളെങ്കിലും ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾക്ക്, അർജന്റീനൻ ആരാധകർക്ക് നിശ്ചയമായും വാശിയോട് കൂടെയുള്ള ഒരു ആഗ്രഹമാണ്, തർക്കമില്ല. പക്ഷെ കഴിഞ്ഞ തവണ അർജന്റീനയുടെ കിരീടാരോഹണം നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് നിർബന്ധമായും മീഡിയ വൺ ചാനലിൽ PC സൈഫുദ്ദീന്റെ വാക്കുകളിലൂടെയായിരുന്നു. അതുകൊണ്ട് പുതിയ ലോകകപ്പ് ട്രിയാൻഡോ പന്തുരുന്ന സമയത്ത് മെക്സിക്കോയും കാനഡയും അമേരിക്കയും ഒക്കെ 3 രാഷ്ട്രങ്ങളിലായി നമ്മളുടെ ലോകകപ്പ് ഫുട്ബോളിന്റെ വിനോദം ആരംഭിക്കുന്ന സമയത്ത് അങ്ങയോടൊപ്പം തന്നെ ഇത് ഈ വർത്തമാനം പങ്കിടാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് അർജന്റീന ആരാധകർ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അതിരറ്റ സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും. അങ്ങ് പറഞ്ഞതുപോലെ തുടർ ഭരണം 10 വർഷം ഉണ്ടായി. അതോടൊപ്പം തന്നെ മെസ്സിയുടെ തുടർ വിജയം അതേപോലെ തന്നെ ആവർത്തിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാൻ കഴിയുക, നിർബന്ധമായും. ഓക്കെ, ഒരു കാര്യം, ഇപ്പം അന്ന് നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ടീമിൽ നിന്ന് ഇക്കുറി കുറച്ച് പുതിയ പിള്ളേരെ കൂടി ഉണ്ടല്ലോ സ്കലോണി പടയിൽ. അപ്പം അവരെ ഒരു സ്ട്രെങ്ത് ഒക്കെ എന്താണ് ജെയ്ക്ക് മനസ്സിലാക്കി? എന്തുകൊണ്ട് ഇത്തവണയും കൂടി അർജന്റീനയെ ഭയക്കണം എന്ന് ചോദിച്ചാൽ? തീർച്ചയായിട്ടും ഞാൻ മാത്രമല്ല, ഞാൻ ഈ കാര്യത്തിൽ സവിശേഷ വൈദഗ്ധ്യമുള്ള ആളല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനോടകം അർജന്റീനയുടെ ശൈലിയും ഫുട്ബോൾ മത്സരങ്ങളും ഒക്കെ സശ്രദ്ധം വീക്ഷിക്കുന്ന നല്ല പഠിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയൂന്നി പറയുന്ന പേരുകാരിൽ പ്രഥമ സ്ഥാനീയൻ നിക്കോ പാസ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള അന്താരാഷ്ട്ര ക്ലബ്ബുകളിൽ അവരുടെ പിച്ചാട്ടുകൾ ഇടം പിടിച്ച നിക്കോ പാസ് ഇത്തവണ അർജന്റീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തമലകളിൽ ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു മെസ്സിയോടൊപ്പം സ്കലോണി പടയിലെ ഏറ്റവും പ്രമുഖനായി ഈ ലോകകപ്പിന്റെ താരമാകാൻ പോലും ഒരുപക്ഷെ സാധ്യതയുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ഏറ്റവും ചെറുപ്പക്കാരനായ ടെൻഡർ റേഞ്ചിലുണ്ടെന്ന് പറയാൻ കഴിയുന്ന നിക്കോ പാസ് ആണ്. തീർച്ചയായും അതാണ്. അപ്പൊ നിക്കോ പാസ് ഈ ലോകകപ്പിന്റെ താരോദയമായിരിക്കുമെന്ന് ഒരുപാട് ആളുകൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നിക്കോ പാസ് ഇപ്പോ മഹേഷ്, നിക്കോ പാസ് ലയണൽ മെസ്സിയുടെ പകരക്കാരനായി ഒരു പക്ഷെ വന്നേക്കാം എന്ന് വിലയിരുത്തലുകൾ കൂടി വരുന്ന ഘട്ടമാണ്. ലയണൽ സ്കലോണി തന്നെ ലയണൽ മെസ്സിക്ക് ശേഷം ആ സ്പോട്ടിൽ, ആ പൊസിഷനിൽ കാണുന്ന പ്ലെയർ കൂടിയാണ്. ആ കാര്യം കൂടിയാണ് ഇപ്പോൾ ഊന്നി പറഞ്ഞത് ജെയ്ക്ക്. മാത്രമല്ല അൽമാഡ, ബാർക്കോ തുടങ്ങിയ നമ്മുടെ ഡീഗോ സിമിയോണിയുടെ മകൻ, അങ്ങനെ ഒരു പറ്റം നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ജെയ്ക്ക്.